Good morning to all my dear students. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏഴാമത്തെ പാഠഭാഗത്തിലെ അവസാനത്തെ എക്സസൈസിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നത് അല്ലേ. ഡെസിമൽ ഓപ്പറേഷൻസ് എന്നുള്ള പാഠഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ നമ്മൾ പഠിച്ചു, രണ്ട് ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മളിപ്പോ ചെയ്യണത്. ഡിനോമിനേറ്റർ 10, 100, 1000, 10000 അങ്ങനെയുള്ള സംഖ്യകൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഫ്രാക്ഷൻ, അതായത് ഡിനോമിനേറ്റർ ഇങ്ങനത്തെ സംഖ്യകളല്ലാണ്ട് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് ആക്കുക, ദശാംശ രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിൽ ആദ്യത്തെ കണക്ക് നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. 3/5 എന്നുള്ള സംഖ്യ നമ്മൾ ചെയ്തില്ലേ. ഇനിയാണ് നമ്മൾ അടുത്ത കണക്കുകളൊക്കെയാണ് ചെയ്യാൻ പോണേ കേട്ടോ. അടുത്തത് എന്താണ്? 7/8 ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണക്ക് പേജ് നമ്പർ 121 ഒന്നാമത്തെ കണക്കില് എ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ 7/8 എന്നുള്ളതിന് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8നെ 10 ആക്കാൻ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 10 ഇല്ല. ഇനി 100 ഉണ്ടോ 8ന്റെ ടേബിളിൽ എന്ന് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് റിമൈൻഡർ കിട്ടണില്ല എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്ത്? 100 8ന്റെ ടേബിളിൽ ഉണ്ട്. അപ്പൊ 100 ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ 1000 ഉണ്ടോ നോക്കി. 1000 ഉണ്ടോ നോക്കാൻ ഒരു 0 കൂടി ഇട്ടാൽ മതി. അപ്പൊ ഈ 0 ഇറക്കി ഇടുമ്പോ നമുക്ക് എന്താ മനസ്സിലാവണേ? 1000 എന്നുള്ള സംഖ്യ 8ന്റെ ടേബിളിൽ ഉണ്ട്. എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ? 125 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്താൽ പോരാ, ന്യൂമറേറ്ററിലും നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 875 വരും. ഡിനോമിനേറ്ററിൽ 1000 വരും. അപ്പൊ 3 0 അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 0.875 എന്ന ആൻസർ കിട്ടും. ഇത് ബി ആണ്. സി ക്വസ്റ്റ്യനിൽ നോക്കി നോക്കൂ. എന്താണ്? 5/16 ആണ് വന്നേക്കുന്നത് സി ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 16 എന്നുള്ള സംഖ്യയെ നമ്മൾ എന്താക്കണം? 1000 ഇതേപോലെ തന്നെ 100ഓ 1000ഓ 10,000ഓ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മള് 100 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കി 16. അപ്പൊ 16 100 കൊണ്ട് ആകുമ്പോ 9 6 9s 6 9 54 അല്ലെ. അപ്പൊ 5 10 ഇല്ല. 16 into 8 എന്താ വരുന്നത് നോക്കി നോക്കൂ. 8 ഇല്ല. 16 into 7 6 അല്ലെ. 6 ആണ്. 96 വരുന്നത് 4 വരും. അപ്പൊ റിമൈൻഡർ വരുന്നു. അപ്പൊ നമ്മൾ 1000 വരുമോ നോക്കി നോക്കി. 1000 വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു 0 ഇട്ടു. അപ്പൊ 216 32 അല്ലെ. അപ്പൊ 232 ആണ്. അപ്പോഴും വന്നു റിമൈൻഡർ. അപ്പൊ 10,000 പറ്റുമോ നോക്കി നോക്കി. അങ്ങനെയാണ് നമ്മൾ സീറോസ് കൂട്ടിയിട്ടാൽ ആ സീറോസ് ഇങ്ങോട്ട് ഇറക്കിയിടല്ലേ വേണ്ടു. അപ്പൊ 16 into 5 വരുമോ? ഇല്ല. 16 into 5 അല്ലേ. 16 into 5 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 8 കിട്ടുന്നത്. അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 625 കൊണ്ട്. അപ്പൊ ഇതേപോലെ നമ്മള് ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അതിൽ റിമൈൻഡർ വരണില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 5 into 625 മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? 3225/10,000 എന്നാ കിട്ടിയത്. അപ്പൊ ചിലതിൽ അങ്ങനെ കിട്ടുള്ളൂ, ചിലത് ഡയറക്റ്റ് 100 കിട്ടണമെന്നൊന്നുമില്ല. അത് ആ സംഖ്യ അനുസരിച്ചിരിക്കും. അപ്പൊ എത്ര വന്നു? 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുന്നു. അപ്പൊ 0.3125 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ. അപ്പൊ ഇനി അതില് 3 കണക്കും കൂടി ഉണ്ട്. ആ 3 കണക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. ഏതൊക്കെയാ? 3/40, 3/32, 61/125. അപ്പൊ ചിലത്
100, 1000, 10,000, ചിലപ്പോൾ ലാക്ക് ഒക്കെ വരാമെന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇതുപോലെ സീറോസ് എക്സ്ട്രാ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. റിമൈൻഡർ 0 കിട്ടുന്നത് ഏതാണ് എന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം. താഴെ തന്നിരിക്കുന്നവയെ ദശാംശ രൂപത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. A question. 3 liters of milk is used to fill 8 identical bottles. How much does each bottle contain? 3 ലിറ്റർ പാല് ഒരേപോലെയുള്ള 8 കുപ്പികളിലേക്കായിട്ട് നിറച്ചാൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ടാവും? അതായത് 3/8 എന്നുള്ളതിലെ മൊത്തമുള്ളത് ന്യൂമറേറ്ററും എത്ര കുപ്പികളിലേക്ക് ആക്കണു എന്നുള്ളത് ഡിനോമിനേറ്ററുമാണ് ആവണം അല്ലെ. അപ്പൊ 3നെ 8 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതായത് എന്താ വരുന്നതില് A ക്വസ്റ്റ്യനില് 3/8 എന്നാണ് വരുന്നത്. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡെസിമൽ ഫോമിലാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ 8 എന്നുള്ള സംഖ്യയെ ഡെസിമൽ രൂപത്തിലാക്കുക. അത് മനസ്സിലാവണം കേട്ടോ നമുക്ക്. അതായത് 3 ലിറ്റർ പാല് ഒരേപോലെയുള്ള 8 കുപ്പികളിലേക്ക് ആക്കുകയാണെങ്കിൽ എത്ര കുപ്പി വേണം എന്നുള്ളതിന്റെ അർത്ഥം അത് ആദ്യം നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്താന്നുള്ളത് കിട്ടണം. എന്നാലല്ലേ അതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ. ഡിനോമിനേറ്റർ ഏതാ വരുന്നത്? ഇത് തന്നെ 8/3 എഴുതിയാൽ തെറ്റിയില്ലേ? ഉത്തരം തെറ്റിപ്പോയി. അപ്പൊ എന്താണ് 3/8 വരണേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം കേട്ടോ. അപ്പൊ 3/8 ആണ് നമുക്ക് കിട്ടിയത്. 8 എന്നുള്ള സംഖ്യനെ എന്താക്കി മാറ്റണം? 10 100 1000. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് 7/8 ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് 1000 ആക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായി. 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 375/1000. അതായത് 8 എന്നുള്ളത് 10 ആക്കാൻ പറ്റില്ല. 8ന്റെ ടേബിളിലില്ല. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയില്ല. പിന്നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ക്വോഷ്യന്റ് 125 കിട്ടിയത്. അപ്പൊ നമുക്ക് 375/1000 കിട്ടി. അപ്പൊ 0.375 എന്നുള്ളതാണ്. ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് എത്രയാണെന്നാണ് അർത്ഥം. എത്രയാ വരണേ? 0.375 ലിറ്റർ ആണ് വരുന്നത്. അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? 17 meter long string is cut into 25 equal parts. എന്താണ്? 17 മീറ്റർ നീളമുള്ള ഒരു ചരട് 25 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയെങ്കിൽ അതിലെ ഒരു ഭാഗത്തിന്റെ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താ വരിക? 17/25. മൊത്തം ഉള്ളത് എപ്പോഴും ന്യൂമറേറ്ററിലാണ് വരിക. അപ്പൊ 17/25 ആണ് വരുന്നത്. 25നെ 100 ആക്കാൻ നമുക്ക് അറിയാം. എന്താണ്? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക അല്ലെ. 128/100 ആണല്ലേ വരിക. 128/100 ആണെന്ന് തോന്നുന്നു. അതോ 68 ആണോ വരണേ? 68 ആണ് കേട്ടോ. അതെ, ഞാനിവിടെ 3 എന്നുള്ള രീതിയിൽ 37 എന്നൊക്കെ വിചാരിച്ചു. അതാ. അപ്പൊ 68/100 ആണ് വരുന്നത്. അപ്പൊ അത് 0.68 മീറ്റർ എന്നുള്ളത് ആൻസർ കിട്ടും നമുക്ക്. ബി ക്വസ്റ്റ്യൻ 17/25 ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. മൊത്തമുള്ള ലെങ്ത് ന്യൂമറേറ്ററിലും എത്ര ഭാഗങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ എത്ര കുപ്പികളിലേക്ക് ആക്കണു എന്നുള്ളത് ഡിനോമിനേറ്ററിലും ആണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവണം കേട്ടോ. അതുപോലെ സി ക്വസ്റ്റ്യൻ എന്താണ്? 19 kilograms of rice is divided among 20 people. 19 കിലോഗ്രാം അരി 20 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്താ വരിക? 19/20 ആണ് വരുന്നത്. അപ്പൊ 20നെയാണ് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്? 100. 20 into 5 ആണ് 100 എന്ന് അറിയാലോ. അപ്പൊ എന്താണ്? 95/100 എന്ന് കിട്ടുന്ന തോന്നുന്നത് അല്ലേ. 95/100 എത്രയാ വരിക? 0.95. ഈസി ആയിട്ട് നമുക്ക് കുറെ ചെയ്തത് കൊണ്ട് ചെയ്യാൻ പറ്റുണ്ടാവില്ലേ. 0.95 ആണ് അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പേജ് എടുക്കൂ. അടുത്ത പേജില് 122 പേജില് നമുക്ക് ആദ്യത്തെ കണക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, മൂന്നാമത്തെ കണക്ക്. What is the decimal form of 1/2 plus 1/4 plus 1/8 plus 1/16?
അതായത് 1/2ന്റെയും 1 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ, അതായത് കൂട്ടി കിട്ടുന്നതിന്റെ ഡെസിമൽ ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ഫ്രാക്ഷന്റെയും ഡെസിമൽ ഫോം കണ്ടെത്തിയിട്ട് ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനില് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 എന്നല്ലേ ചോദ്യം. അപ്പൊ ഇതിലെ ഓരോ ഫ്രാക്ഷനെയും നമ്മൾ ഡെസിമൽ ആക്കണം. അപ്പൊ 1/2 എന്നുള്ളത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5/10 കിട്ടും. അപ്പൊ എന്താ ആൻസർ വരുന്നത്? 0.5 അത് കിട്ടി. ഇനി 1/4 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് 25 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടി വരിക. അപ്പൊ 25/100 എന്ന് പറഞ്ഞാൽ അത് ആൻസർ എത്ര കിട്ടി? 0.25 കിട്ടി. 1/8 നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു 125 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1000 കിട്ടും. 10ഓ 100ഓ ആക്കാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ കണ്ടെത്തപ്പോ ഞാൻ പെട്ടെന്ന് ചെയ്യണു, അതെങ്ങനെ കണ്ടെത്തിയേ? തൊട്ട് മുമ്പത്തെ കണക്കിൽ ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടി. അല്ലെങ്കിലോ 8ന്റെ ടേബിളിൽ 10 ഇല്ല എന്ന് മനസ്സിലായി, 100 ഉണ്ടോന്ന് അറിയാൻ 100 ഹരിക്കണം 8 ചെയ്ത് നോക്കുക. അപ്പൊ റിമൈൻഡർ കിട്ടണമെങ്കിൽ പറ്റില്ല. പിന്നെ അടുത്ത റൗണ്ട് ഫിഗർ എന്താ? 1000 ആണ്. 1000 ഡിവൈഡ്സ് 8 നോക്കുക. അതും പറ്റണില്ലെങ്കിൽ 10,000 അതിലേതെങ്കിലും വരും. 10,000 ലാക്ക് വരേക്ക് മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാമല്ലോ പരീക്ഷയ്ക്ക്. അത് ചെയ്ത് നോക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ 125/1000 ആണ് വരുന്നത്. അപ്പൊ 0.125 വരും. ഇനി 1/16 നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 16 എന്തുകൊണ്ടാണ് 1/16 എന്നുള്ളത്? 16 എന്താ വരിക? നമുക്ക് 625 പറ്റിയാ തോന്നുന്നത് അല്ലെ? 625 തെളിയില്ല, 625 ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 625 ആകുമ്പോ ബൈ 1000 ആണോ 10,000 ആണോ? 625ന്റെ 1/16 എന്നുള്ളത് 0.625 ആണ് വരുന്നത് തോന്നുന്നു. അപ്പോ ബൈ 1000 ആണ് വരുന്നത്. അപ്പൊ 625/1000 ആയിരിക്കും തോന്നുന്നു. ബൈ 16 വരുന്നത് അങ്ങനെയാണ് എന്നുള്ളൊരു 5/16 എന്നുള്ളത് 625 10,000 വരുന്നത് അല്ലേ? 16 × 625 വരുമ്പോ 10,000 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 0.0625. അപ്പൊ ഈ 4 ഫ്രാക്ഷൻ ഫോമിന്റെയും ഡെസിമൽ ഫോംസ് കണ്ടെത്തിയതിന് ശേഷം ആ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ 60 ആദ്യം 2നെ 10ഓ 100ഓ 1000 അപ്പൊ 10 ആക്കാൻ പറ്റും, അത് ചെയ്തു. പിന്നെ 4നെ 10 ആക്കാൻ പറ്റില്ല, 4ന്റെ ടേബിളിൽ 10 ഇല്ല. അപ്പൊ 100 ആക്കാൻ പറ്റുമോ നോക്കിയപ്പോ അത് സാധിക്കുന്നു. 8നെ 100 ആക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ 1000 പറ്റുമോ നോക്കിയപ്പോ അത് ചെയ്തു. അങ്ങനെ കിട്ടിയ ആൻസറിനെ ഒക്കെ കറക്റ്റ് ഫോമിൽ 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 പ്ലസ് 0.0625 ആ രീതിയിൽ നമുക്ക് 0625 ആണോ ഇത് 1000 ആണോ വരുന്നത് നോക്കി നോക്കണം. 625 × 16 5 2 6 അപ്പൊ എത്രയാ വരുന്നത്? 0 9,900 ഒക്കെയാണല്ലോ വരുന്നത് അല്ലേ? 10,000 തന്നെയാണ് വരുന്നത്. 10,000 തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ സംഖ്യകളെല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോ എത്ര വരും? 5 7 3 9 0.9375 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആൻസർ കിട്ടും. 0.9375 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓരോ ഫ്രാക്ഷനെയും ഡെസിമൽ ആക്കിയതിന് ശേഷം നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യനോ? A 2-digit number divided by another 2-digit number gives 4.375. What are the numbers? ഒരു രണ്ടക്ക സംഖ്യനെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.375 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടേണ്ടത്? നമുക്ക് ഏതെങ്കിലും സംഖ്യകള്
നമ്മൾ നോക്കി നോക്കുക എങ്ങനെയാണ് രണ്ട് സംഖ്യകൾ കിട്ടണം. അതായത് 4.375 എന്നുള്ള സംഖ്യ കിട്ടണം നമുക്ക് ആൻസർ. രണ്ടും രണ്ടക്ക സംഖ്യ ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് സംഖ്യകൾ വരിക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? 4.375 എന്നുള്ള സംഖ്യ ഇപ്പൊ നാലാമത്തെയാണ് ചെയ്യുന്നത് കേട്ടോ. 4 ഇതൊരു എക്സ്ട്രാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് സ്റ്റാർ മാർക്ക് ഇടേണ്ടി വരും നമുക്ക് കേട്ടോ. 4.375 എന്നുള്ള സംഖ്യനെ നമ്മൾ എന്ത് ചെയ്യണു? ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുന്നു. അപ്പൊ എന്ത് കിട്ടി? 4375/1000 എന്നുള്ളത് കിട്ടി. ഇതൊരു എക്സ്ട്രാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റാർ മാർക്ക് ഇടേണ്ടി വരും, ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പൊ ഇതിന്റെ അതായത് ഏതോ രണ്ടക്ക സംഖ്യനെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഇത് ഉത്തരം കിട്ടി. ഉത്തരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഏതുകൊണ്ട് ഏത് ഹരിച്ചു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുകയാണ് വേണ്ടത്. അപ്പോ ആദ്യം ഈ തന്നിരിക്കുന്ന ഡെസിമൽ ആൻസർ ആയിട്ട് തന്നിട്ടുള്ള ആ സംഖ്യയുടെ ഫ്രാക്ഷൻ ഫോം ആദ്യം കണ്ടെത്തി. അപ്പൊ 4375/1000 എന്നുള്ളത് കിട്ടി. ഇനി ഇതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് മുകളിലത്തെ സംഖ്യനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യും, ഫാക്ടേഴ്സ് കണ്ടെത്തുകയാണ്. അതായത് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തില്ലേ കഴിഞ്ഞ ലെസണില്, അതേപോലെ ചെയ്തപ്പോ 875 കിട്ടി, 175 വീണ്ടും 5 35 5 7 7 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതായത് 5 into 5 into 5 into 5 into 7 by 1000നെ ഇതുപോലെ തന്നെ ഞാൻ ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ എന്ത് വരണു? 1000 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ആണ്, 500 2, 252. ഇത് തൽക്കാലം ഞാൻ മാറ്റും. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് തൽക്കാലം മാറ്റുന്നു. 2 125 5 25 again 5 ഇതാണ് വന്നത്. അതായത് എന്താണ്? അല്ലെങ്കിൽ 5 into എന്ന ടേബിൾ ആക്കി എഴുതിയോണ്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്താ വരിക? 2 into 2 into 2 into 5 into 5 into 5. ഇങ്ങനെ നമുക്ക് രണ്ട് നമ്പറിന്റെയും ഫാക്ടേഴ്സുകൾ കണ്ടെത്തി. എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ള സംഖ്യകള് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് 3 അഞ്ചുകളുണ്ട്. അപ്പൊ ന്യൂമറേറ്ററിലെ 3 അഞ്ചുകളും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബാക്കി ന്യൂമറേറ്ററിൽ എന്തേ ഉള്ളൂ? 5 into 7 by 2 into 2 into 2. അതായത് 35/8 എന്ന് നമുക്ക് കിട്ടി. ഇനി 35/8 നമുക്ക് കിട്ടുമ്പോ എത്രയാ ആൻസർ കിട്ടണേ നോക്കി. 35നെ ഒരു ഡിജിറ്റിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് നമുക്ക്. അപ്പൊ 35നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി നമുക്ക് എത്രയാ കിട്ടാന്ന് ആൻസർ കിട്ടേണ്ടത് അറിയണല്ലോ. അപ്പൊ എത്രയാ കിട്ടാന്ന് നോക്കി. അപ്പൊ 4 8s are 32. അപ്പൊ 3 ആണ് വരുന്നത് അല്ലെ. ഇനി 0.2 ഇവിടെ ഒരു 0. ഈ രീതിയിലും ഡിവിഷൻ പഠിച്ചിട്ടില്ലേ? അതായത് നമ്മളെ റിമൈൻഡർ കിട്ടാണ്ടിരിക്കാൻ പോയിന്റ് ഇട്ടിട്ടുള്ള ക്വോഷ്യന്റ് എങ്ങനെയാ കിട്ടാന്നുള്ളത് പഠിച്ചിട്ടില്ലേ? അതായത് ഈ 35നെ 32 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പോ 3 എന്നുള്ളത് റിമൈൻഡർ കിട്ടി. റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടു. അപ്പൊ ഉടനടി ന്യൂമറേറ്ററിൽ പോയിന്റ് ഇട്ടു. എങ്കിൽ പിന്നെ നമുക്ക് 0 ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ 4 8s are 32. അല്ല സോറി, 3 8s are 24 ആണ്. 6 കിട്ടി. വീണ്ടും 0 ഇടാം നമുക്ക്. ഒരു പോയിന്റ് ഇട്ടാൽ പിന്നെ സീറോസുകൾ നമുക്ക് ഇട്ട് പോവാനായിട്ട് സാധിക്കും. റിമൈൻഡർ കിട്ടാണ്ടിരിക്കാനുള്ള ഒരു ഡിവിഷൻ മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പൊ 60 എത്രയാ പോവാൻ നോക്കൂ? 8ല് 7 അല്ലേ. 54 ആണ്. 4 കിട്ടി. 0 5. അപ്പൊ നമുക്ക് 35 divides 8 പറയണ പോലെയുള്ള 4.375 എന്നുള്ള ആൻസർ കിട്ടി. പക്ഷെ രണ്ടും 2 ഡിജിറ്റ് നമ്പർ ആവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് 8 ഈസ് നോട്ട് എ 2 ഡിജിറ്റ് നമ്പർ.
ഒരു 2 ഡിജിറ്റ് നമ്പറിനെ വേറൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് വന്നപ്പോ മുകളിലത്തെ 2 ഡിജിറ്റ് നമ്പർ കിട്ടി, പക്ഷെ ഡിനോമിനേറ്ററിൽ 2 ഡിജിറ്റ് അല്ല. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ 35/8 ആണ് ആൻസർ കിട്ടുന്നത്. ബട്ട് 8 ഈസ് നോട്ട് ആൻ 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേറെ സംഖ്യകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതായത് ഇത് ആൻസർ കിട്ടുന്ന രീതിയിൽ നമുക്ക് വേറെ സംഖ്യകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോ 8 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 35/8 എന്നുള്ളതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കുക. അപ്പൊ 70/16 എന്നുള്ളത് കിട്ടും അല്ലെ? അതായത് രണ്ടും 2 ഡിജിറ്റ് നമ്പർ ആവുക വേണ്ടു. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ പറയുന്ന 4.375 തന്നെയാ കിട്ടുക. അപ്പൊ തൊട്ട് മുമ്പത്തേൽ നമ്മൾ ചെയ്തു വന്നപ്പോ 35/8 എന്നാ കിട്ടിയപ്പോ ഈ ചോദ്യത്തിലാണെങ്കിൽ രണ്ടും 2 ഡിജിറ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കാണെങ്കിൽ ന്യൂമറേറ്റർ 2 ഡിജിറ്റ് ആയി, ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് അല്ല. അപ്പൊ അത് 2 ഡിജിറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈക്വലന്റ് ഫ്രാക്ഷൻ ഉപയോഗിച്ച് മുകളിലും താഴെയും 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 70/16 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കൂ. 17നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 4.375 എന്ന ആൻസർ കിട്ടും കേട്ടോ. ഇനി അതിലെ നെക്സ്റ്റ് എക്സസൈസിൽ ഒന്നാമത്തെ ഒന്ന് നോക്കി നോക്കൂ. 25 what is the volume of a rectangular block of length 25.5, breadth 20.4 and height 10.8? അതായത് ഒരു ചതുരാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ നീളം, വീതി, ഉയരം നമുക്ക് തന്നിട്ടുണ്ട്. 20.4, 25.5, 10.8 എങ്കിൽ അതിന്റെ വ്യാപ്തം എന്ത്, വോള്യം എന്ത് എന്ന് പറഞ്ഞാൽ L/D/H ആണ്. അപ്പൊ സാധാരണ ഈ 3 സംഖ്യകളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടെത്തുക വേണ്ടു. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. അതായത് 25.5 × 20.4 ആ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ × 10.8 ചെയ്താൽ മതി. അപ്പൊ ആ ഡെസിമൽ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചോദ്യത്തിൽ എത്ര ഡെസിമൽ സ്ഥാനം ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും സ്ഥാനം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നീക്കി പോയിന്റ് ഇടണമെന്നേ ഉള്ളൂ. അതായത് 255 × 204 ആദ്യം ചെയ്യാം. ആ കിട്ടിയ ഉത്തരം × 108 ചെയ്തിട്ട് അവസാനമാണ് ഡെസിമൽ പോയിന്റ് ഇടേണ്ടതുള്ളൂ കേട്ടോ. അത് ചെയ്തിട്ട് വരണം. രണ്ടാമത്തെ, ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന 3 കുട്ടികളുടെ ഉയരം, അതായത് the height of 3 boys sitting on a bench 130.5 to 128.7 and 134.6 centimeter. What is the average height? ഇവരുടെ ആവറേജ് ഹൈറ്റ് എത്രയാണെന്ന ചോദ്യം. നമ്മൾ ആവറേജ് കാണാൻ എന്താ? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ ചെയ്യാറ്. അപ്പൊ ഈ കുട്ടികളിലേക്ക് ഹൈറ്റ് എല്ലാം കൂടി കൂട്ടണം. 130.5 പ്ലസ് 128.7 പ്ലസ് 134.6 ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 6, 7, 13, 18, 1 ബാലൻസ് 9, 10, 13, 1 ബാലൻസ് 4, 5, 6, 9, 393.8 ആണ് നമുക്ക് കിട്ടുക. അതിന് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സം ഓഫ് നമ്പേഴ്സ് ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ടോട്ടൽ നമ്പർ ഒരു ബെഞ്ചിൽ എത്ര കുട്ടികളാ? 3 കുട്ടികളാണ്. അപ്പൊ 393.8 ഡിവൈഡ്സ് 3 ആണ് ചെയ്യേണ്ടത്. അതാണ് ആൻസർ കിട്ടണത്. അപ്പൊ എത്ര കിട്ടും? നമുക്ക് ആൻസർ എത്രയാ കിട്ടണത് നോക്കൂ. ഇനി 0.28 ആണ്. 6, 2 വന്നു, 0, 18, വീണ്ടും 2 വന്നു, 0. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ 6, 6, 6 എന്നുള്ളതാക്കി പോണോണ്ട് നമ്മൾ എന്താവുന്നു? 2 സ്ഥാനത്തില് 2.66 എന്നാക്കിയിട്ട് അങ്ങയുടെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും. വീണ്ടും 6 വരും, 18 വരും, വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 202 വീണ്ടും 6 വന്ന് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഒരു 3 സ്ഥാനത്തേക്ക് 131.266 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
6 ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു 3 സ്ഥാനത്തേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 131.266. അപ്പൊ ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കിട്ടിയ ആൻസറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 4 into 3.06 by 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4 into 3.06 by 3. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? 4 into 3.06 എത്രയാന്നുള്ളത് നോക്കുക വേണ്ടേ. അതായത് 306 into 4 എത്ര കിട്ടണേ നോക്കി. അപ്പൊ എത്ര? 12.24 ആ കിട്ടുക തോന്നുന്നു. നമ്മള് അത് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കണം. അതിനെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 0.2. 2 എഴുതി 2 0 പോവില്ല. സോറി 2 3 പോവില്ല. 0 ഇട്ടതിന് ശേഷം 4 ഇറക്കി ഇടാൻ പാടുള്ളൂ. 6 3 സോറി 8 3s are 24. സബ്ട്രാക്ട് ചെയ്തു 0 കിട്ടി. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടിയേ? 4.08 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഇതിവിടെ 2 ഇറക്കിയിട്ടത് 2 3 പോവില്ല എങ്കിൽ 0 ഇട്ടതിന് ശേഷമേ 4 ഇറക്കിയിട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്യണേ. അതുപോലെ മോളിലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമേ ഡിവിഷനിലേക്ക് പോരാനായിട്ട് പാടുള്ളൂ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ 22. The price of 22 pencil is 79.20 rupees. What is the price of 10 pencils? 22 പെൻസിലിന്റെ വില 79.20 രൂപയാണെങ്കിൽ 10 പെൻസിലിന്റെ വില എന്താണെന്ന ചോദ്യം. അതായത് നമുക്ക് ഇങ്ങനെയാ പറയാ. ആദ്യം തന്നെ 22 പെൻസിലിന്റെ വിലയിന്ന് ഒരു പെൻസിലിന്റെ വില എത്രയാന്നുള്ളത് കണ്ടെത്തണം. എന്നിട്ടല്ലേ 10 എണ്ണത്തിന്റെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ 1 പെൻസിൽ, ഒരു പെൻസിലിന്റെ, ഇത് എത്രാമത്തെ ചോദ്യം? 4 കേട്ടോ. 1 പെൻസിൽ, ഒരു പെൻസിലിന്റെ വില എത്രയാന്നുള്ളത് എങ്ങനെയാ കാണുക? 79.20 divides 22 ആണ് നമുക്ക് ചെയ്യേണ്ടി വരിക അല്ലെ. അപ്പൊ 22 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 79 44 88 3 ആണെങ്കിൽ 66 ആണ് വരിക തോന്നുന്നത്. 4 ആണെങ്കിൽ 88 ആവില്ലേ? 13.22 132 22 132 എന്താ വരിക? 22 into 6 അല്ലെ? 6 ആണ് വരുന്നത്. 132 സബ്ട്രാക്ട് ചെയ്തു 0 വേണമെങ്കിൽ 0 ഇവിടെ ഇല്ല. അപ്പൊ ഒരു പെൻസിലിന്റെ വില 3.60 rupees ആണ്. അങ്ങനെയുള്ള 10 പെൻസിലിന്റെ വിലയോ ഇങ്ങനെയാ കിട്ടുക? ഒരു പെൻസിലിന്റെ വിലയാണ് നമുക്ക് ഇത് കിട്ടിയത് എങ്കിൽ ഒന്നിന്റെ വില തന്നിട്ട് 10 എണ്ണത്തിന്റെ വില കാണാൻ എന്താ ചെയ്യാ? 3.60 into 10. അപ്പൊ എന്ത് വന്നു? 36. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. 3600 എന്ന് കിട്ടും. വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ 36.00. അതായത് അതിന്റെ ആൻസർ എന്താ വരുന്നേ? 36 rupees എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. 36 rupees എന്നുള്ളതല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അതായത് ആദ്യം 2.3 into 3.2 കാണുക. എന്നിട്ട് ആ ആൻസറിനെയാണ് 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഹോംവർക്ക് ചെയ്യണം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ 2 ഡെസിമൽ സംഖ്യകളുടെ ഡിവിഷൻ വന്നാല് ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അത് ചെയ്യണം. അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ 3-4 ഹോംവർക്കുകളാണ് ഈ ലെസണിൽ ഈ ക്ലാസ്സിൽ തന്നേക്കുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 0 dividing 0.1 by which number gives 0.001? 6ാമത്തെ ക്വസ്റ്റ്യനില് 0.1നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 0.001 കിട്ടിയത് എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? 0.1 by 0.001. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ? 0.1 by 0.001. അതായത് എന്താണ് ഇതിന്റെ അർത്ഥം? 0.1 ഹരിക്കണം 0.001.
അതായത് ഇതിനെ നമ്മള് ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ എന്തായി? 1000 എന്ന് കിട്ടി. ഇതിനെ മറച്ചിട്ട് ഗുണിക്കണം. അതായത് 1000/1. അപ്പൊ ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബാക്കി എന്താണ്? 100. ആൻസർ എത്ര കിട്ടി? 100 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, അപ്പോ ഏകദേശം ഈ ലെസൺ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഹോംവർക്ക് തന്നത് കൃത്യമായിട്ട് ചെയ്യുക. അന്നന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് എഴുതണം. നോട്ട് അപ്പപ്പോ അതാത് എടുക്കണത് എഴുതി പഠിച്ചാലേ ഇത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ നന്നായിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.